ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെബി. യു ആർ വാച്ചിങ് ഇറ്റ്സ് മൈ വൈബ് എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. ഓക്കെ, ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു, എനിക്ക് പറ്റിയ കുറേ പാളിച്ചകൾ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കട്ടെ. അതാണ് ഞാൻ പറയാൻ വന്നത്. ഓക്കെ, എനിക്ക് ഏറ്റവും വലിയ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്പാദിക്കാതിരുന്നതാണ്. നിങ്ങൾക്ക് ആദ്യത്തെ സാലറി കിട്ടുന്ന തൊട്ട് ഒരു 20% നിങ്ങൾ സമ്പാദിച്ചു തുടങ്ങണം. എത്ര പൈസ കിട്ടുന്നു അതിന്റെ 20% നിങ്ങൾ സമ്പാദിച്ചതിന് ശേഷം ചെലവഴിച്ചാൽ മതി. ഓക്കെ, പിന്നെ അതിനേക്കാൾ മുമ്പ് സ്ത്രീകളാണെങ്കിൽ എന്തേലും ഒരു ജോലി കണ്ടെത്തിയിരിക്കണം. എന്ത് ജോലിയാണെങ്കിലും, എത്ര കുറഞ്ഞ സാലറി ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരു സാരി മേടിക്കണം, ഒരു കമ്മൽ മേടിക്കണം, ഈവൻ ഒരു അണ്ടർവിയർ പോലും മേടിക്കണേ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് നിങ്ങൾക്ക്. അതൊരു പ്രത്യേക തരം ഇതാണ്. നമുക്ക് നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് സ്വന്തമായിട്ട് മേടിക്കുക. സ്വന്തം ATM കാർഡും സ്വന്തം ബാങ്ക് അക്കൗണ്ടും സ്വന്തം കയ്യിൽ തന്നെ വെക്കുക. അത് ഹസ്ബൻഡാകട്ടെ, കെട്ടിയവനാകട്ടെ, ആങ്ങളെയാകട്ടെ, മക്കളാകട്ടെ, ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീട്ടിലോട്ട് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. എന്താണെങ്കിലും നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബും നിങ്ങൾക്കൊരു സമ്പാദ്യവും നിങ്ങളുടെ കയ്യിൽ പൈസയും വേണം. അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ കാണത്തില്ല. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്രൈവിങ്. ഞാൻ ഡ്രൈവിങ്ങിന് ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ കാറും ഇല്ലായിരുന്നു, ഒന്നാമത് ബോയ്സ് ഒന്നും ഇല്ലായിരുന്നു. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ആക്ച്വലി സ്പീക്കിംഗ് അതൊരു എക്സ്ക്യൂസ് അല്ല. എനിക്ക് എൻ്റെതായ ഒരു ഇത് കണ്ടെത്തണമെന്ന് എനിക്ക് അന്നേരം തോന്നിയിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം പ്രായത്തിന്റെ ആയിരിക്കും, അതിൻ്റെയൊക്കെ ആയിരിക്കും. പല പല വഴിക്ക് ചിന്തകൾ പോയി. അങ്ങനെ ഡ്രൈവിങ് ഞാൻ പഠിച്ചില്ല. അതെനിക്ക് ഇപ്പോഴും ഡ്രൈവിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാനുള്ള ഒരു വിങ്സ് ആണത്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് 2 വീലർ അല്ലെങ്കിൽ 4 വീലർ. 2 വീലർ ഒന്നും സേഫ് അല്ല ഇപ്പൊ നാട്ടില്. എനിവേ എവിടെയാണെങ്കിലും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഡ്രൈവിംഗ് സീരിയസ് ആയിട്ട് എടുത്തത്. കാരണം എവിടെയെങ്കിലും പോകണമെങ്കിൽ ഹസ്ബൻഡ് വരാൻ നോക്കിക്കണം, കുഞ്ഞുങ്ങളെ കൊണ്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ, അല്ലെ അവരെ സ്വിമ്മിങ്, ഫുട്ബോൾ ക്ലബ്ബ്, ഇവിടെ വയലിന്, ഗിത്താർ എന്തെല്ലാം പഠിപ്പിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ തന്നെ പിള്ളേരെ സ്കൂൾ, ഒരു മഴയത്ത് പിള്ളേർ നനഞ്ഞു പോകേണ്ട ഒരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് തുടങ്ങിയത്. കാരണം നമുക്കൊരു കാറും നമുക്കൊരു വണ്ടിയും ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പീസ്ഫുള്ളി നമുക്ക് അവരെ കൊണ്ടേ ആക്കിയിടാം. പിന്നെ നമ്മൾ നോ പറയേണ്ട സമയത്ത് നോ പറയുക. അത് ഞാൻ പണ്ട് തൊട്ടേ പറയുമായിരുന്നു. എൻ്റെ സ്വഭാവം ആർക്കും വലിയ ഇഷ്ടമൊന്നും കാണത്തില്ല. കാരണം ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയും. നോ പറയേണ്ട സമയത്ത് നമ്മൾ നോ പറഞ്ഞു. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ചെയ്യാം, ഐ വിൽ ഡു എന്ന് പറഞ്ഞ അവസാനം നമുക്ക് പറയാൻ പറ്റും, നമുക്കത് സ്ട്രെസ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യമാണ്. ആരോടാണെങ്കിലും നോ പറയേണ്ട ടൈമിൽ നമ്മൾ നോ പറയണം. ഡ്യൂട്ടിയുടെ ടൈമിലാണ് പ്രൊഫഷണൽ ഹോംസ് സോറി പൊളൈറ്റ് ആയിട്ട് പറഞ്ഞേക്കാം, നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇത്തിരി ബിസിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. വീട്ടിലാണെങ്കിലും പറയുക, നീ അത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഒരാളെ കൊണ്ട് തന്നെയോ ആ വീട് വൃത്തിയാക്കി വെക്കാനും, ഫുഡ് ഉണ്ടാക്കാനും, ക്ലീനിങ് ചെയ്യാനും, വേസ്റ്റ് കൊണ്ടേ കളയാനും, എല്ലാവരുടെയും ഡ്രസ്സ് അലക്കിയിടാനും, വാഷ് ചെയ്യാനും, അയൺ ചെയ്യാനും എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല. അപ്പം നിങ്ങളുടെ ജോലി നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുക. എൻ്റെ ഹസ്ബൻഡ് വീട്ടിലെ ഒരുവിധം കുക്കിംഗ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് നല്ലതായിട്ട് ഡ്യൂട്ടിക്ക് പോകാനും പീസ്ഫുൾ ആയിട്ട് പോകാനും പറ്റുന്നത്. എൻ്റെ പിള്ളേർക്ക് 13 വയസ്സായി. അവരെ കൊണ്ട് ഞാൻ എല്ലാ പാത്രവും കഴിക്കും. എൻ്റെ ബാത്ത് ടബ് എല്ലാം ക്ലീൻ ചെയ്യാൻ, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ അവർക്ക് അറപ്പാണ്. അത്രയും കുറച്ചാൾ കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കാം. ബാക്കി ബെഡ് വീക്കിലി ബെഡ്ഷീറ്റ് മാറ്റി അതിൻ്റെ എല്ലാം പില്ലോ കവറും എല്ലാം വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് അവരെല്ലാം ഇടും. അവരുടെ ഡ്രസ്സെല്ലാം അവർ അയൺ ചെയ്യും. അവര് അങ്ങനെ പിള്ളേരെ കുഞ്ഞുനാളില് പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ വന്ന് പഠിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് വളരെ അവർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നും, നമുക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ആൺകുട്ടിയാട്ടെ പെൺകുട്ടിയാട്ടെ ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. അറ്റ്ലീസ്റ്റ് ചിലര് പറയാം, അയ്യോ കൊച്ചു 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അയ്യോ കത്തിയെടുത്ത് നീ ആപ്പിള് മുറിക്കല്ലേടാ, കൈ മുറിയുന്നു. 12ാം ക്ലാസ്സിൽ വയ്ക്കുന്ന കൊച്ചു. അങ്ങനെ ചുമ്മാ നല്ലതായിട്ട് പഠിപ്പിക്കുക എല്ലാത്തിനും പിള്ളേർക്ക്. അതുപോലെ എല്ലാത്തിലും എല്ലാരെയും ഉൾപ്പെടുത്തുക. നീ അവിടെ ക്ലീൻ ചെയ്യാന്ന് ഞാൻ ക്ലീൻ ചെയ്യാം. എന്ത് കാര്യം ചെയ്താലും അങ്ങനെയുള്ള എല്ലാവരോടും ചില കാര്യങ്ങൾക്ക് നോ പറയാം. നോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നോട് അവര് ഫുഡ് കഴിക്കുമ്പോൾ വെള്ളം എടുത്തരാൻ ഞാൻ പറയും നോ, എനിക്ക് എടുത്തു തരാൻ പറ്റും. നിനക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നീ എടുത്തെടുക്കുക, അല്ലെങ്കിൽ ടേബിളിൽ എടുപ്പുണ്ട് അതെടുത്ത് കുടിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ പിള്ളേരെ അങ്ങനെ ചെയ്യുക. നമ്മുടെ ജോലികൾ തന്നെ ആയിട്ട് ചെയ്യാതിരിക്കുക. നമുക്ക്
ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളങ്ങ് തളർന്നു പോകും, നമുക്കങ്ങ് വയ്യാതെയാവും. എന്താ പിന്നെ എല്ലാ ജോലിയും ചെയ്ത് നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, നമുക്ക് ഇഷ്ടമുള്ള മേക്കപ്പ് ചെയ്യുക, ഇഷ്ടമുള്ള കമ്മലിടുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ചില സ്ത്രീകൾ അയ്യോ നാട്ടുകാരെന്നാ പറയും, എന്നാ പറയാനോ, ഒന്നും പറയത്തില്ല, ഒരു തേങ്ങയും പറയത്തില്ല. നിങ്ങൾ നിങ്ങളുടെ കാശ് നിങ്ങളുടെ ഇഷ്ടമുള്ളതിൽ നിങ്ങൾ ജീവിക്കുക, അത്രേ ഉള്ളൂ. വൾഗറായിട്ട് ഡ്രസ്സ് ഇടാതിരിക്കുക, നമ്മുടെ ശരീരത്തെ ഒരു പ്രദർശന വസ്തു ആക്കാതിരിക്കുക. അതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. നമുക്ക് ചില പിള്ളേർക്ക്, ചില ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അതൊക്കെ ആയിരിക്കും, അവരവർ ഇഷ്ടമാട്ടെ, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോ. പക്ഷെ എൻ്റെ ഒപ്പീനിയൻ ആട്ടോ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഇത്ര 40 വയസ്സ് കഴിഞ്ഞു, നമുക്ക് ഇനി 40 വർഷം കൂടെ ബാക്കിയുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചിലര് 90 കഴിഞ്ഞാലും നരകിച്ച് അവിടെ കിടക്കും, ചിലർ 60 ആകുമ്പോഴത്തേക്കും മരിച്ചു പോകും. നമ്മുടെ ലൈഫ് ഇനിയെങ്കിലും നമ്മളൊന്ന് എൻജോയ് ചെയ്യുക. നമുക്ക് പുറത്തു പോകാൻ ഇഷ്ടമാണെങ്കിൽ പുറത്തു പോവുക, തന്നെയാണെങ്കിൽ തന്നെ പോവുക. അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അവരെല്ലാവരും കൂടെ വീക്കിലി ഒന്ന് പുറത്തു പോവുക, മന്ത്ലി ഒന്ന് പുറത്തു പോവുക. വണ്ടി ഓടിക്കാൻ അറിയാവുന്ന വണ്ടി എടുത്തുകൊണ്ട് ഒരു സാറ്റർഡേ സൺഡേ അങ്ങോട്ട് ഇറങ്ങുക. നാട്ടിലാണേലും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു, ഞാൻ പോകുന്നത്, എനിക്ക് പുറത്തു പോകാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനിവിടെ ഒരു ടാക്സി വിളിച്ച് ട്രെയിൻ സ്റ്റേഷനിൽ പോകും. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി ഞാൻ ഇവിടെ പോവും, ഫിഷ് മാർക്കറ്റിൽ പോവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഡ്യൂട്ടി ആണെങ്കിൽ ഞങ്ങൾ പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഒരാളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കരുത്, പ്രത്യേകിച്ചും പുറത്തുള്ളവർ. കാരണം എന്താ, ഇവിടെ ഈ ഓൾറെഡി ജോലിക്ക് നമുക്ക് അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്. അത് കൂടാതെ ഈ ക്ലൈമറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഏത് മനുഷ്യരില്ലാത്തവർ കണ്ട ഡിപ്രഷൻ അതുപോലെ ക്ലൗഡി ആയിട്ടിരിക്കുന്ന ഒരു ഇത്. പിന്നെ ഇമോഷണൽ ഓവർകം. ഇമോഷണൽ നമുക്ക് ഒന്നാമത് മെനോപോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമൊക്കെ ആയിരിക്കും ഇപ്പം. അപ്പൊ എനിക്കാണെങ്കിൽ ഒത്തിരി, എനിക്ക് ഈ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് ചില ക്ലാസ്സുകളൊക്കെ കൂടാം. അതിന്റെ നമ്മൾ പോസിറ്റീവായിട്ട് വയ്ക്കാം. നമുക്ക് ഡ്രോയിങ് ചെയ്യാനുണ്ടെങ്കിൽ ഡ്രോയിങ് ചെയ്യുക, ഗാർഡനിങ് ചെയ്യാനാണെങ്കിൽ ചെയ്യുക, കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക. നമ്മുടെ സ്ട്രെസ് നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ കണ്ണീരിനോ വാല്യൂ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ കരഞ്ഞു കാണിക്കില്ല എന്നുള്ളതാണ്. അത് ആരെങ്കിലും ആയിക്കോട്ടെ, പേരൻസ് ആവാം, ഹസ്ബൻഡ് ആവാം, പിള്ളേരാവാം, ഇൻലോസ് ആകാം. പക്ഷെ എൻ്റെ ഫാമിലി എല്ലാം അടിപൊളി കേട്ടോ. എൻ്റെ മദറിലും എപ്പോഴും എന്നോട് പറയും, മോളെ നീ ഡ്രൈവിംഗ് പഠിക്കണം. പണ്ട് മമ്മി, ഞാൻ ആ നാട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴേ മമ്മി എന്നോട് പറയുമായിരുന്നു, എന്നും നീ ഡ്രൈവിംഗ് പഠിക്കണം, ഏറ്റവും അത്യാവശ്യം. എൻ്റെ നാത്തുമാരെല്ലാം അടിപൊളിയായിട്ട് ഡ്രൈവിംഗ് ചെയ്തോണ്ട് അന്നേരം എനിക്ക് ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പാത്തും പതുങ്ങി അവിടെ നിന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല. അപ്പം അങ്ങനെ എൻ്റെ ഫാമിലിക്ക് കുഴപ്പമില്ല, എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കരഞ്ഞാൽ നമ്മുടെ കണ്ണുനീരിന് വിലയില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ കരയാൻ പോകരുത്. അതുപോലെ തന്നെ എല്ലാവരും കുറ്റം പറയാനോ അതിനോ പോകാതെ അവനവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന സമയത്താണ് നമുക്കൊരു ഹാപ്പിനെസ് പുതുതായിട്ട് കിട്ടുക എന്നുള്ളത്. നമ്മളിലോട്ട് തന്നെ ഇച്ചിരി നേരം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്ക്. അറ്റ്ലീസ്റ്റ് പുറത്തുനിന്ന് പോയി നല്ല ശ്വാസം എടുക്കുക, നല്ല ഗാർഡൻ. നാട്ടിലേക്കാണ് എന്തൊരു സ്ഥലമുണ്ട് നടക്കാൻ, പോകാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇതൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ മിസ്സായ ചില കാര്യങ്ങളും എനിക്ക് തോന്നിയ ചില കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് എല്ലാവരും ഇത് പാലിക്കണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങളുടെ ലൈഫ് എന്നെക്കാളും അടിപൊളിയായിരിക്കും. നിങ്ങൾ എന്നെ സമ്പാദിച്ചുണ്ടാവും, നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടാവും. 30 കഴിഞ്ഞ കുട്ടികൾ ഇപ്പോഴും ചെയ്യാത്തവരല്ല, ഇതെല്ലാം ചെയ്യണം കേട്ടോ. കാരണം പിന്നെ നിങ്ങളുടെ ബോഡി ശരിയാക്കി വെക്കുക, ഒരു അരമണിക്കൂറെല്ലാം നടക്കുക. അറ്റ്ലീസ്റ്റ് ചുമ്മാ നടന്നാൽ മതി. നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കൊന്ന് പുറത്തു പോയി. അതുപോലെ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വണ്ണം കുറയത്തില്ല. അതിന് മുമ്പ് നമ്മുടെ ബോഡി ഒന്ന് ഫിറ്റാക്കി വെക്കുക. അതിനൊരു നമ്മുടെ ഒരു ഫിറ്റ്നസ്സിൽ ഒരു പോയിന്റിൽ നമ്മളെ ബോഡിയെ നിർത്തണം. അല്ലെങ്കിൽ നമ്മളൊരു വെള്ളം കുടിച്ച 2 കിലോ കൂടും, 1 ഗ്രാം കുറയണമെങ്കിൽ ഭയങ്കര പാടാം. അതുകൊണ്ട് എൻ്റെ കൂടെ ഉള്ള എപ്പോഴും കൂടെ പഠിച്ച എല്ലാ പിള്ളേരെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ദൈവം നല്ല അടിപൊളിയായിട്ട് ഫിറ്റായിട്ടിരിക്കുന്നതാണ്. അതിനെ കാണുമ്പോൾ നമുക്ക് കൊതിയാ. ഞാനും ഒരു പ്രായം വരെ അങ്ങനെയായിരുന്നു, പക്ഷെ എനിക്കെന്തോ അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബോഡിയെ ജസ്റ്റ് ഒന്ന് തടഞ്ഞു നിർത്തണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയാം ഓരോ വീഡിയോസ് ആയിട്ട്. നിങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് 40 വയസ്സായോ, 40 വയസ്സ് കഴിഞ്ഞോ, നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എല്ലാം നിറവേറ്റിയിട്ടുണ്ടോ, ഒന്ന് പുറത്തു പോകണമെന്ന് തോന്നി നിങ്ങൾ പുറത്തു പോയിട്ടുണ്ടോ, നിങ്ങളൊരു ഔട്ട് ഓഫ് കൺട്രി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും നമുക്ക് പോയി ഇച്ചിരി 10 മിനിറ്റ് കാറ്റ് കൊള്ളാനായാലും ഇരിക്കാനും പറ്റണം.
ഒരപ്പച്ചനും അമ്മച്ചിയും ചായക്കട നടത്തി ടൂറിന് പോകുന്ന കഥ കേട്ടിട്ടില്ലേ? നമുക്ക് എന്താ ഇല്ലാത്തത്? അവര് ചായക്കടയും നടത്തി ഇത്രയും കഷ്ടപ്പെട്ട് അവര് പോകുന്നു. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ? ഡ്രൈവിംഗ് പഠിക്കാനല്ല, 2 കൈയും ഇല്ലാത്തൊരു കൊച്ചുണ്ടല്ലോ നാട്ടില്, ആ കൊച്ച് കാലുകൊണ്ട് ഡ്രൈവ് ചെയ്തു. പിന്നെ ബുദ്ധിയും മോളയും കൈയും കാലും എല്ലാം ഉള്ള മനുഷ്യന് നിങ്ങളെന്താ ഡ്രൈവ് ചെയ്യാത്തത്? എനിക്കും പറ്റിയ അബദ്ധം കേട്ടോ, നിങ്ങളെ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുമല്ല, എനിക്കും പറ്റിയ അബദ്ധങ്ങളിൽ പെട്ടതാണ് ഇതെല്ലാം. അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. കണ്ടുപോയിട്ട് നിങ്ങൾ സ്വയം വിലയിരുത്തണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ കമന്റ് ആയിട്ടിടണം കേട്ടോ. ബൈ ബൈ, സീ യു ലേറ്റർ.